പിന്നെ വൈലത്തൂര് തങ്ങൾ നിങ്ങളോട് എന്താ പറഞ്ഞത്? വൈലത്തൂർ തങ്ങൾ എന്നോട് പറഞ്ഞത്, ഞാനൊരു രോഗിനെയായിട്ട് വൈലത്തൂര് അങ്ങാടിയിൽ മുമ്പ് ചികിത്സിക്കുന്ന റൂമുണ്ടായിരുന്നു. അവിടെ പോയി അവരെ കാണാൻ വേണ്ടി. അന്നേരം എന്നോട് ഞാൻ കണ്ടപാട് പറഞ്ഞു, നിങ്ങളുടെ പേരോട് എന്തിനാ കഴിയുക? മുജാഹിദ് വളർത്താനല്ലാതെ. നൗസാദ് ഹസനെയാണ് ഒതുക്കുന്നത് നൗസാദ് ഹസനെയാണ് മുജാഹിദിനെ 8 കഷ്ണാക്കിയത്. അതിന് അയാൾക്കേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. വ്യക്തമായി എന്നോട് തന്നെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ കുറുവട്ടൂരികൾ പലതരത്തിലുള്ള ജൽപ്പനങ്ങളുമായിക്കൊണ്ട് രംഗത്തുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുസാഫിൻ്റെ നടുക്കണ്ടാണെന്നൊന്നും ഇവിടെ വാദമില്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് കുറച്ചൊക്കെ തൗഹീദ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഈ ഇടയ്ക്ക് കുരുവട്ടൂരികളുടെ തന്നെ ഒരു മുഖമായ കുഞ്ഞു മുഹമ്മദ് സഖാഫി തിരുപ്പൂരോ ഏതൊരു മുസ്ലിയാർ അയാൾ പറയുന്ന ഒരു വീഡിയോ റിയാക്റ്റിംഗ് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ ബാക്കിലൊന്ന് ചേർക്കുന്നുണ്ട്. അറിയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കണ്ടു നോക്കൂ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പിഴച്ച മൗലവി മഹാനരായ മടവൂര് ശൈഖുനയുടെ കറാമത്ത് പറയാൻ പരിധി നിശ്ചയിച്ച ലക്ഷണം കെട്ടവൻ പറഞ്ഞില്ലേ, മുത്തുനബിയുടെ നൂറിനെ സംബന്ധിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിടയ്ക്കിടെ നിഴലുണ്ടാകുമായിരുന്നു എന്ന് നിങ്ങളുടെ ഈ മണ്ണിൽ വെച്ചുകൊണ്ട്, ഇതിന്റെയൊക്കെ പരിസരങ്ങളിൽ വെച്ചുകൊണ്ട് നിർലജ്ജം പ്രസംഗിച്ച വ്യക്തി. മുത്തുനബിക്ക് നിഴലുണ്ട്, ഇടയ്ക്കിടെ നിഴലുണ്ടാകാറുണ്ട് എന്ന് ഞങ്ങളെ പ്രിയപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞ ലോകത്ത് സ്ഥിരപ്പെട്ട ഇസ്ലാമിക പ്രമാണങ്ങളെ മുഴുവനും പച്ചയായി വ്യഭിചരിച്ച ഏറ്റവും ലക്ഷണം കെട്ടവൻ. ഇവനിൽ നിന്ന് ഇതിനപ്പുറവും പ്രതീക്ഷിച്ചൂടെ? ബുദ്ധിക്കുൾക്കൊള്ളണ കറാമത്തും മുജത്തും മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇസ്ലാമിന് പിന്നെ കറാമത്തും മുജത്തും ഉണ്ടാവോ ചങ്ങായി? എവിടേക്കാണ് ചേക്കു എന്റെ പോക്ക്? മനസ്സിലാവണില്ല. പറഞ്ഞങ്ങള് ലോക ബഡായി വിടുന്ന വീരൻ. കാരണം മുത്തു റസൂലിന് നയലുണ്ട് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ പച്ച നുണ പറഞ്ഞ ദജ്ജാലൂന കദ്ദാബൂൻ. ഇയാള് പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുമോ? എന്തേ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? നിങ്ങളതാകുമ്പോ ചക്കര, മറ്റുള്ളവരത് കൊപ്പര. നടക്കൂല. നിങ്ങളൊരു കെട്ടിയോനും മറ്റുള്ളവരൊക്കെ ഒരു കെട്ടിയോളൂ. നടക്കൂല. അപ്പൊ ആയതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇയാള് പറയുന്നത് ഇവരുടെ മുഖ്യ ശത്രു ഇപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആണ് എന്നുള്ളതാണ്. അബ്ദുറഹ്മാൻ സഖാഫി ഇത്ര നല്ല ചരക്കൊന്നാണ് എന്നുള്ളത് എനിക്കും വാദമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അദ്ദേഹം ചില കാര്യങ്ങളിൽ കണിശത പുലർത്തുന്നുണ്ട്. ഈ കള്ളക്കറാമത്ത് പറയുന്ന കാര്യങ്ങളിൽ മൂപ്പർക്ക് കള്ളക്കറാമത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സിറാജുൽ ഹുദയുടെ പേരിൽ മാത്രം കള്ളക്കറാമത്ത് പറയാം. മൂപ്പർ അങ്ങനെ പറയലുള്ളൂ. സിറാജുൽ ഹുദയുടെ പേരിൽ കള്ളക്കറാമത്ത് പറയാറുണ്ട്. ഇങ്ങനെ എയർപിന്നിങ്ങനെ പുറത്തേക്ക് തന്നെ ചാടിയ കഥയൊക്കെ, എനിക്ക് കഥ വിശദീകരിക്കാൻ പോകുന്നില്ല. അതുപോലെയുള്ള കഥകൾ പറയാറുണ്ട്, കള്ളക്കറാമത്തുകൾ പറയാറുണ്ട്. എന്നാൽ ഇദ്ദേഹം മറ്റുള്ളവർ കള്ളക്കറാമത്ത് പറയുമ്പോൾ അതിന് എതിര് നിൽക്കാറുമുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് കുരുവട്ടൂരികൾ ഹാലിളകിക്കൊണ്ട് ഇപ്പോൾ ഒരു മുസ്ലിയാരെ കൊണ്ട്, ഒരു മുസ്ലിയാർ രൂപത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അയിലക്കാട് തങ്ങൾ എന്താ പറയിപ്പിച്ചത്? അതിന് അയിലക്കാട് തങ്ങൾ ആരാണ് അല്ലേ? അയിലക്കാടും കണക്കാണ്. ഈ പറയപ്പെട്ട ഇവരുടെ ശ്രേണിയിലുള്ള, അതായത് ഈ സമസ്ത എന്ന് പറയുന്ന സംഭവം തുടങ്ങുന്നത് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഷിയ ചാരനായിരുന്നു. അതേപോലെ തന്നെ അതിലേക്ക് കൊണ്ടുവന്ന മറ്റൊരു ആശയമായിരുന്നു ബറേൽവിസം. അഹമ്മദ് റസാഖാൻ ബറേൽവി കൊണ്ടുവന്ന ബറേൽവിസം അത് ഇസ്ലാമല്ല. ഇസ്ലാമിന് വിരുദ്ധമായിക്കൊണ്ടുള്ള ഷിയായിസവും ബറേൽവിസവും മറ്റു ഇതര മത ആദർശങ്ങളെല്ലാം കൂടി വാരി പുണർന്നുകൊണ്ട് അതൊക്കെ വാരിക്കൂട്ടി ചാറും ചോറും ഒന്നാക്കി മുണുങ്ങിക്കൊണ്ട് കിടക്കുന്ന പടു ജാഹിലീങ്ങളാണ് ഈ വിഭാഗത്തിലുള്ളത്. അതിന് അവർക്ക് മേമ്പൊടിയായിക്കൊണ്ട് കുറച്ച് ഷിയ വിശ്വാസികളായ തങ്ങളെന്ന് പേരിട്ട് നടക്കുന്ന കുറച്ച് ആളുകളുമുണ്ട്. ഒരു തങ്ങളുടെ കഥ ഇതാ റമദാൻ തുടങ്ങാനായി. നമുക്ക് പറയാനുണ്ട്, കേൾക്കാനുണ്ട്, കാണാനുണ്ട്. സ്വലാത്ത് നഗറിൽ കുഞ്ഞിക്കോയത്തങ്ങൾ നടത്തുന്ന സ്വലാത്ത് മാമാങ്കങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാനുള്ളതാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് ഇസ്ലാമിൻ്റെ ഒന്നുമില്ല.
ഇസ്ലാമുമായിട്ട് ഇവർക്ക് ഒരു പുലബന്ധമില്ല. ഇവർക്ക് കള്ളക്കറാമത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ അന്ധവിശ്വാസികൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്ന മുസ്ലിം നാമധാരികളായ കുറച്ച് അന്ധവിശ്വാസികൾക്കിടയിലേക്ക് ഈ കള്ളക്കറാമത്ത് ഇങ്ങനെ തള്ളിവിട്ടിട്ട് അവറ്റകളെ വീണ്ടും അന്ധവിശ്വാസത്തിലേക്ക് ചവിട്ടി താഴ്ത്തണം. അതിനുശേഷം അവരുടെ സമ്പത്ത് കൊള്ളയടിക്കണം. അവരുടെ വീട്ടിൽ നിന്നും കിട്ടുന്ന അന്നം, അങ്ങനെ ഭക്ഷണം, അത് കുശാലായിട്ട് വെട്ടി വിഴുങ്ങിയിട്ട് അവരുടെ പോക്കറ്റിലും അവരുടെ ബാങ്കിലുള്ള പണം വസൂലാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഇവർ ഈ നാടകങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംശയമൊന്നുമില്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുത്തഫഖുൻ അലൈഹി ആയിട്ട് നമ്മൾ കൊണ്ടുനടക്കേണ്ട ഒരു സാധനമൊന്നുമല്ല. എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പല തരത്തിലുള്ള ആ വീഡിയോയിൽ കാണിച്ച തന്നെ ഒരു ചെറിയൊരു വീഡിയോ അതുകൂടി നമ്മളിതിൻ്റെ ബാക്കിലും ചേർക്കുന്നുണ്ട്. വല്ലവരും അള്ളാഹുവിൽ പങ്കുചേർത്താൽ, അള്ളാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പങ്കുകാരനുണ്ടെന്നോ കൂറുകാരനുണ്ടെന്നോ വിശ്വസിച്ചാൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ പടച്ചവന് തുല്യനുണ്ടെന്ന് വിശ്വസിച്ചാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു നിശ്ചയം. അള്ളാഹുവിന്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം അല്ലാഹു നിശ്ചയമായും ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാലിദ്ദാലിമീന മിൻ അൻസാർ, ഈ ശിർക്ക് കൊണ്ട് ദുൽമ ചെയ്യുന്ന, അല്ലാഹുവിന് തുല്യരായി ഏതെങ്കിലും ഒരു വ്യക്തി, അത് ഈസാ നബി അലൈഹിസ്സലാം ആണെങ്കിലും, ഈസാ നബി അദ്ദേഹം ഷിർക്ക് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പാളയത്തിൽ നിൽക്കുമ്പോൾ മുഴുവനായിട്ടും തുറന്നു പറയാൻ കഴിയില്ലെങ്കിലും കുറച്ചെല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഷിർക്ക് എന്ന് പറയുന്ന ഏറ്റവും വലിയ പാതകം, അതിനെ സംബന്ധിച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അത് പറഞ്ഞാൽ കുരുവട്ടൂരികൾക്ക് കുരുപൊട്ടും. എന്നിട്ട് കുരുപൊട്ടി ഒലിക്കലാണ്. സ്റ്റേജ് കെട്ടുക, കുരുപൊട്ടിക്കുക, സ്റ്റേജ് കെട്ടുക, കുരുപൊട്ടിക്കുക. അങ്ങനെ പൊട്ടട്ടെ, പൊട്ടി ഒലിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് കുരുവട്ടൂരികളുടെ കുരുപൊട്ടൽ ഇനിയും നടക്കട്ടെ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന ബിദഅത്തുകാരനാണെങ്കിൽ പോലും അദ്ദേഹം പറയുന്ന ചെറിയ ചെറിയ തൗഹീദി വാചകങ്ങൾ അത് ഈ സമൂഹത്തിൽ ചെറിയ ചലനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തൗഹീദ് പറഞ്ഞിട്ടൊന്നുമല്ല ഈ പറയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വളർന്നത്. വിവരക്കേട് പറഞ്ഞിട്ട് തന്നെയാണ്. എൻ്റെ മഹല്ല് മണലടി മഹല്ലാണ്. മണലടി സലഫി മഹല്ല്, മസ്ജിദുൽ ഇബ്രാഹിം, അവിടെയാണ് എൻ്റെ 4 മക്കൾ പഠിക്കുന്നതും ഞങ്ങളുടെ മഹല്ലും അതാണ്. ആ മഹല്ല് അവിടെ ഉണ്ടായത്, അല്ലെങ്കിൽ ആ ഒരു ജുമാ മസ്ജിദ് അവിടെ ഉണ്ടായത്, അത് പേരോടിനെ പോലെയുള്ള വിവരദോഷികൾ വന്നിട്ട് വിവരക്കേട് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഈ നാട്ടുകാർക്ക് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലായി. അല്ലാതെ തൗഹീദ് പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായതല്ല. ഈ സലഫി പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത് ഇവരുടെ വിവരക്കേടുകൾ തന്നെയാണ്. ഇവർ ഒരു സലഫി ആദർശത്തിലുള്ളൊരു ദായി വന്നുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തിക്കഴിഞ്ഞാൽ അതിന് മറുപടിയായിട്ട് പേരോട് വന്നിട്ട് കുറേ വിവരക്കേടെന്ന് പറയും. നിങ്ങൾക്കറിയാലോ, നാദാപുരത്ത് മസ്ജിദുകൾ ഉയർന്നതും അവിടെ മഹല്ലുകൾ സജീവമായതുമൊക്കെ ഖണ്ഡന മണ്ഡനങ്ങൾ നടത്തിയത് കൊണ്ട് തന്നെയാണ്. പേരോടിൻ്റെ വിവരമില്ലാത്ത ഖണ്ഡനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇടയ്ക്ക് ഈ വിവരക്കേട് പറയുന്ന പേരോട് ഇതുപോലെയുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടാകുവാനും സൽഫിയത്തിലേക്ക് ആൾ വരുവാനൊക്കെ ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ പേരോട് ഇനി തൗഹീദ് പറഞ്ഞിട്ടും അങ്ങനെ ആളുകൾ, ഈ അന്ധവിശ്വാസത്തിൽ കിടക്കുന്ന ആളുകൾ തൗഹീദിലേക്ക് വരട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.